IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിനായി തെളിഞ്ഞ ഒരു മലയാളി താരമുണ്ട്. നിർണായക ഘട്ടത്തിൽ 3 വിക്കറ്റ് വീഴ്ത്തിയ മലപ്പുറം പെരിന്തൽമണ്ണ പുതൂർ സ്വദേശി വിഘ്നേഷ് പുതൂരിന്റെ ബൗളിംഗ് മികവിൽ ഒരു ഘട്ടത്തിൽ മുമ്പേ വിജയപ്രതീക്ഷയിലേക്ക് വരെ എത്തിയിരുന്നു. വിഘ്നേഷിന്റെ മികച്ച പ്രകടനത്തിൽ ജനം ടിവിയുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് കുടുംബം. ഓട്ടോ ഡ്രൈവറാണ് വിഘ്നേഷ് പുതൂരിന്റെ അച്ഛൻ സുനിൽകുമാർ. ഇന്നലെ IPL ക്രിക്കറ്റിൽ നടന്ന ഒരു ക്ലാസിക് പോരാട്ടം ഉണ്ടായിരുന്നു. മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും. അതിൽ ചെന്നൈ അനായാസം വിജയത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഒരു മലയാളി പയ്യന്റെ വരവുണ്ടായിരുന്നു. വിഘ്നേഷ്, പെരിന്തൽമണ്ണ സ്വദേശിയാണ് വിഘ്നേഷ്. ആ മലയാളി പയ്യന്റെ നിർണായകമായ ഓവറുകൾ മത്സരം വളരെ ടൈറ്റാക്കി മാറ്റി. ആ മലയാളി പയ്യന്റെ കുടുംബം, വിഘ്നേഷിന്റെ കുടുംബം ആണ് ഇപ്പോൾ ജനം ടിവിയോട് പ്രതികരിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന ആ മത്സരം എങ്ങനെ നമ്മൾ വിഘ്നേഷിന്റെ പ്രകടനത്തെയും ആ മത്സരത്തെയും ഒക്കെ വിലയിരുത്തുന്നത്? വിഘ്നേഷ് പുത്തൂർ നല്ല ഇറങ്ങുന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല. പെട്ടെന്നുള്ളൊരു ചാൻസ് കിട്ടി, അത് നന്നായി പെർഫോം ചെയ്തു. 3 വിക്കറ്റ് കിട്ടി. വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ് ഇന്നലെ. അപ്പം അത് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. ഞങ്ങളത് മതിയായി സന്തോഷിക്കുകയാണ്. വിഘ്നേഷ് ഇറങ്ങുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലല്ലോ. എങ്ങനെയായിരുന്നു? രാവിലെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിരുന്നില്ലേ? ഞങ്ങളെ പള്ളത്തമ്പലമുണ്ട് ഇവിടെ കളത്തിലക്കര, മഹാവിഷ്ണുവിൻ്റെ ഒരു അമ്പലമുണ്ട്. അതാണ് ഞങ്ങളെ മെയിൻ. ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവം അവരാണ്. മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ് മെയിൻ. ഇങ്ങനെ വിഘ്നേഷിന്റെ പിന്നെ ബൗളിംഗ് ഒക്കെ ഇങ്ങനെ TV കാണുമ്പോൾ അപ്പൊ എന്താ തോന്നിയത് ആ സമയത്ത്? കാരണം പ്രത്യേകിച്ച് നന്നായിട്ട് ബോളിംഗ് ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു ചെന്നൈ വിജയത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗെയ്ക്വാദ് 22 ബോളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി അടിച്ച് നിഷ്പ്രയാസം അവർ ജയിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് 8ാം ഓവറിലാണ് വിഘ്നേഷ് വന്നത്. എന്നിട്ട് ആ സമയത്ത് അപ്പൊ തോന്നുന്ന ഒരു ഫീലിങ്സ് എന്തായിരുന്നു വിഘ്നേഷ് വരുമ്പോൾ? പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എന്താ വെച്ചാൽ ക്യാപ്റ്റനൊക്കെ പുറത്താക്കി പറഞ്ഞാല് നമ്മള് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമായി. എങ്ങനെയായിരുന്നു ഈ വിഘ്നേഷിന്റെ പരിശീലനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വിഘ്നേഷ് പുത്തൂർ നമ്മളെ പെരിന്തൽമണ്ണ ഒരു വിജയൻ സാറുണ്ട്, അവരെ ചെറിയൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അവരെല്ലാം മൂപ്പര് ആദ്യം തുടങ്ങി സ്റ്റാർട്ടിങ് അവിടുന്ന്. പിന്നെ അവരാണ് അങ്ങാടിപ്പുറം ജോളി റോവേഴ്സിന്റെ ഗ്രൗണ്ട് ഉണ്ട്, തേക്കുംകൂട്, അവിടേക്ക് കൊണ്ടുപോകും. അവിടെ കുറെ ആളുണ്ടാവും, അവിടെ പ്രാക്ടീസ് ചെയ്ത് അവിടുന്ന് പിക്കപ്പ് ആക്കിയെടുത്ത് വിജയൻ സാറാണ്. ജോളി റോവേഴ്സിന്റെ അവർക്ക് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്. രാമദാസ് ക്ലിനിക്കിൽ ജോളി റോവേഴ്സ് എന്ന് പറയും. അവിടെ അർജുൻ സാറ് KCL കളിച്ചതിന് ശേഷമാണ് ഇത്രത്തോളം ഒരു ഇന്ത്യൻ ടീം മുംബൈ ഇന്ത്യൻസിലേക്കൊക്കെ എത്തിയത് അല്ലേ? അതെ അതെ. KCL അവര് തിരുവനന്തപുരത്ത് കളി ഉണ്ടായിരുന്നു, അവിടുന്ന് മുംബൈ ഇന്ത്യൻസ് അവിടുന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. KCL ആലപ്പി റിപ്പിൾസിന് വേണ്ടിയിട്ട് കളിക്കായിരുന്നു. അതിലെ പ്രകടനം കണ്ടിട്ടാണ് മോനെ മുംബൈ ഇന്ത്യൻസിലേക്ക് അവര് ട്രയൽസിന് വിളിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന ധോണി അടക്കം അഭിനന്ദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വരും മത്സരത്തിലൊക്കെ എങ്ങനെ ഒരു പ്രതീക്ഷ? അത് അവരാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. പ്രധാനപ്പെട്ട ബോളർ കൂടി ആയി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് മത്സരത്തിൽ നിർണായകമായി തന്നെ 4 ഓവറിൽ 32 റൺസ് മാത്രമാണ് വഴങ്ങിയത്. പ്രത്യേകിച്ച് 2020 അത് സ്വാഭാവികമായി ചെറിയൊരു സ്കോറാണ് വഴങ്ങിയത്. അപ്പം 3 വിക്കറ്റ് കൊടുത്തു, നിർണായകമായിട്ടുള്ള 3 വിക്കറ്റും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത മത്സരങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ എങ്ങനെ അടുത്ത മത്സരത്തിലേക്ക് നമ്മളൊരു കാണും? പിച്ചാണെങ്കിൽ അവർ ഇറക്കുണ്ടാവും എന്നൊക്കെയാണ് സാറ് പറഞ്ഞത്. വിജയൻ സാർ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല പിച്ചാണെങ്കിൽ ഇറക്കും. കുട്ടിക്കാലം മുതലേ എങ്ങനെ ക്രിക്കറ്റിനോട് ഭയങ്കര താല്പര്യമായിരുന്നു? അന്ന് ചെറുപ്പം മുതലേ കളി. 10 വയസ്സുള്ളപ്പോഴാണ് വിജയൻ സാറിന്റെ ക്യാമ്പിലേക്ക് വിട്ടിട്ടുള്ളത്. പിന്നെ അന്ന് പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് നമ്മൾ അതിന് ശേഷം സഹായിച്ചിട്ടുള്ളത് ജോളി റിവേഴ്സാണ്, അർജുൻ സാറാണ്, രാമദാസ് ക്ലിനിക് പെരിന്തൽമണ്ണ, അവരെ കീഴിലാണ് നമുക്ക് എല്ലാ സഹായവും ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ക്രിക്കറ്റ് പ്രേമികളൊക്കെ അങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു മത്സരം കൂടിയാണ് IPL. അതൊരു വലിയ വേദിയാണ്. ഇത്രത്തോളം വലിയൊരു വേദിയിലേക്ക് നമ്മുടെ ഇവിടെ നിന്നും ഒരു മലയാള പയ്യൻ ഇങ്ങനെ വിഘ്നേഷ് പുത്തൂർ എത്തും അങ്ങനെ തോന്നിയിരുന്നു, അങ്ങനെ ചിന്തിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഭാവിയിൽ അങ്ങനെ അതിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. IPL കളിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ദൈവം സഹായിച്ചു തന്നു. ഇനി എന്താ ഒരു പ്രതീക്ഷ? ഇന്ത്യൻ ടീമിലേക്കൊക്കെ എത്തും അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു ആഗ്രഹം അത് ദൈവം കാത്തു രക്ഷിക്കട്ടെ. എൻ്റെ പ്രതീക്ഷ പ്രാർത്ഥന. ഇങ്ങനെ വിഘ്നേഷ് പുത്തൂരിന്റെ അച്ഛൻ സുനിൽകുമാറും അമ്മ ബിന്ദുവുമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. മുംബൈ ടീംസിന് വേണ്ടി ഇമ്പാക്ട് പ്ലെയറായി വന്നു. രോഹിത് ശർമ്മയ്ക്ക് പകരമാണ് ഇമ്പാക്ട് പ്ലെയറായി വന്നത്. അങ്ങനെ ഇമ്പാക്ട് സൃഷ്ടിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു അരങ്ങേറ്റമായിരുന്നു വിഘ്നേഷ് പുത്തൂരിൻ്റെത്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കൽമനം, ജനം, മലപ്പുറം.